ഈ 4 വർഷത്തെ ബിരുദ പഠനത്തിന് ഭാഷയെ അവഗണിക്കുമ്പോൾ എന്താവും ചെയ്യുന്നത്? ഭാഷയെ അവഗണിക്കുമ്പോൾ എന്താവും ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഇന്നത്തെ പുസ്തകം എഴുതുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നന്നായി ഭാഷ പഠിച്ച ആളുകളാണ്. ഭാഷയെക്കുറിച്ച് വളരെ ശക്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് ഇന്ന് എഴുതുന്നത്. അടുത്ത തലമുറയ്ക്ക് ഭാഷാജ്ഞാനം ഉണ്ടാവില്ല. നമ്മൾക്ക് ഭാഷാജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് വായനക്കാർക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. സർഗാത്മകത കൊണ്ട് ഭാഷയിലൂടെ മാത്രം സാധ്യമായ കാര്യമാണ്. നിങ്ങളൊരു സർഗാത്മകനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ശക്തമായിട്ട് മാതൃഭാഷ അറിയണം. മറ്റ് ഭാഷ അറിഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് ഭാഷയുടെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടേ സാധിക്കുള്ളൂ. അവനവൻ്റെ ഭാഷയിൽ ചിന്തിക്കുക, അവനവൻ്റെ ഭാഷയിൽ അവരുടെ അനുഭവങ്ങളും അവരുടെ അറിവുകളെയും ഭാവി തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുക. ഗോംജി നല്ല മനോഹരമായി കവിതകൾ എഴുതുന്ന ആളാണ്. നന്നായി കവിതകൾ എഴുതും. അതുപോലെ നോവൽ എഴുതിയിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ പുസ്തകം, ഈ കവിതകളൊക്കെ സമാഹരിച്ച് ഈ ഒരു സമരപ്പന്തലിൽ ഈ മഴ ശ്രുതിമീട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ മഴയുടെ കവിയാണ്. ഇത് വളരെ പ്രിയപ്പെട്ടതാണ് മഴ. മഴ ശരിക്കും പറഞ്ഞ അനുഗ്രഹമാണ്. കാരുണ്യ വർഷമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ കാരുണ്യ വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കവിതാ സമാഹാരം പ്രകാശിപ്പിക്കുന്നത് ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഉപവാസ സമരത്തിലാണ്. നമ്മൾ പട്ടിണി കിടക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ മനോഹരമായൊരു കവിതാ സമാഹാരം പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ആനന്ദം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഇനിയും ശക്തമായിട്ട് എഴുതണം. പക്ഷെ ഇതുവരെ എഴുതിയിരുന്ന കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഭാഷയെ സജീവമാക്കാനും ഭാഷയെ ജീവിപ്പിക്കാനും വായനക്കാരെ സന്തോഷിപ്പിക്കാനും പറ്റുന്ന രീതിയിൽ അവരുടെ ചിന്തകൾക്ക് മാറ്റം വരുന്ന രീതിയിൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതം സഫലമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ പറഞ്ഞു, ദേശീയ വിദ്യാഭ്യാസമായി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ മുൻനിർത്തി കേരളത്തിലുടനീളം ധാരാളം ചർച്ചകളുണ്ടായി എങ്കിൽ പോലും ഈ ഭാഷയിൽ വന്നിരിക്കുന്ന കടന്നുകയറ്റത്തോട് എല്ലാവരും ഒരു സമവായപ്പെട്ട നിലയിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഭാഷയും സാഹിത്യപഠനവും സൗന്ദര്യാത്മക വിദ്യാഭ്യാസവും ഒരു ജനതയെ എത്തരത്തിൽ മാറ്റി തീർക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യക്ഷമുള്ള ഒരു കാര്യമല്ല. പ്രത്യക്ഷമുള്ളത് മാത്രം കാണുകയും അതിലെ രാഷ്ട്രീയം മാത്രം നോക്കിക്കാണാൻ ശേഷിയുള്ളവരായി നമ്മുടെ കേരളത്തിൽ പോലും പ്രബുദ്ധ രാഷ്ട്രീയ കക്ഷികളും അവയുടെ വർഗപോചന സംഘടനകളും മാറിത്തീർന്നു എന്നുള്ളത് കൊണ്ടാണ് 40ഓ 50ഓ ആളുകൾ മാത്രമുള്ള ഏറ്റവും നിർണായകമായ സമരം മാറിത്തീർന്നതിന് കാരണം അതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷമായതിനെ പ്രത്യക്ഷമല്ലാത്തതിനെ പ്രത്യക്ഷപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഗവേഷണത്തിൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ആ ഗവേഷണം സർവകലാശാല തലത്തിൽ മാത്രമല്ല നമ്മുടെ സംഘടനകൾ എന്ന നിലയ്ക്ക് തന്നെ ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമരം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുന്നിൽ നാം നടത്തുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും മുന്നിൽ ഈ സമരം വേണ്ടതാണ്. അങ്ങനെ വേണ്ടതില്ലാത്ത വിധം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുന്നിൽ മാത്രം പരിമിതപ്പെടേണ്ടി വന്നത് ഏറ്റവും വിനാശകരമായി ഈ നയത്തെ സ്വാംശീകരിക്കുകയും അത് വിദ്യാഭ്യാസ പരിഷ്കരണവുമായി മുന്നോട്ട് വെച്ചത് ഗാന്ധി സർവകലാശാലയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാത്ത വിധത്തിൽ കേരള സർവകലാശാലയോ കാലിക്കറ്റ് സർവകലാശാലയോ മറ്റു സർവകലാശാലകളോ ഏറ്റവും വിനാശകരമായ നയത്തെ പോലും ഭാഷയെ അഭിസംബോധന ചെയ്യാവുന്ന വിധത്തിലുള്ള ചില മാറ്റങ്ങൾ അവർ വരുത്തി എന്നുള്ളതാണ്. അത് സാധ്യമായത് ഒരു പക്ഷേ ഐക്യമലയാള പുസ്തകവും മലയാള ഐക്യവേദിയും ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം കേരളത്തിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അക്കാദമിക ലോകത്തിലും പൊതുസമൂഹത്തിന് മുന്നിലും ഉണ്ടായി വന്നിട്ടുള്ള വലിയ ഭാഷാവബോധത്തിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് നമുക്ക് ഈ സമരം ഒരു പക്ഷേ ഈ സർവകലാശാലയുടെ മുന്നിൽ മാത്രമാക്കി പരിമിതപ്പെടാൻ സാധിച്ചത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതായാലും ഈ സമരം നമുക്കിവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല. അടിമുടി വിനാശകാരിയായ ഭാഷാധ്വംസനം ഉടനീളം നടക്കുന്ന ഒരു പരിണാമസ്ഥയിൽ ഈ സമരത്തെ പല നിലയിൽ പല മാനത്തിൽ വ്യാപിപ്പിക്കുവാൻ നമുക്ക്
കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഈ വലിയ ഈ മഴയുടെ ഈ സന്ദർഭത്തിൽ വളരെ അകലെ നിന്ന് പോലും എത്തിച്ചേർന്ന് ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സമരഭടന്മാരായെത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വിശദീകരിക്കും. കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. അത് കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിട്ടിരിക്കുമ്പോൾ സാറ് ചോദിച്ചാണ് പഴശ്ശിരാജയെ നിനക്ക് അറിയില്ലേ? അത് ചോദിച്ചു. പഴശ്ശിരാജ് ജീവിച്ചിരുന്ന സമയത്ത് കേരളം ഇല്ലല്ലോ സാറ്. അപ്പോൾ സാറ് എനിക്ക് തന്നത് ഒരു ചുട്ട അടിയാണ്. കാരണം എൻ്റെ ചോദ്യം വളരെ ആപ്റ്റാണ്. കാരണം പഴശ്ശിരാജ് ജീവിച്ചിരിക്കുന്ന സമയത്ത് കേരളം ഇല്ല, അതിന് ശേഷമാണ് കേരളത്തിൽ പോയത്. എങ്ങനെ പിന്നെ പഴശ്ശിരാജ് കേരള സിംഹം ആവുന്നത് ഞാൻ ചോദിച്ചപ്പോൾ. അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അധ്യാപകർ നിലനിന്നൊരു കാലഘട്ടത്തിൽ നിന്നും ജനകീയമായ ഒരു അധ്യാപനത്തിലേക്ക് കാലത്ത് മാറി. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ കവിത ജനാധിപത്യവും ഫാസിസ്റ്റും നിറച്ചു കൊള്ളുന്നത്. എന്താണ് ആ കവിതയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ജനാധിപത്യം ഫാസിസ്റ്റ് നിറച്ചു കൊള്ളുക എന്ന കവിത ഞാൻ അവതരിപ്പിച്ചത്. കാരണം ഇന്ന് ജനാധിപത്യം ഫാസിസത്തിലേക്ക്, ഫാസിസം ഇറച്ചിക്കോഴികളെ എല്ലാം വിൽക്കപ്പെടുന്ന ഒരു ചരക്കായി പാറപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കവിത അവതരിപ്പിക്കുന്നത്. ജനാധിപത്യവും ഫാസിസവും ഇറച്ചിക്കോഴികൾ. നാട്ടിലെ വഴിയിലെ സമൃദ്ധിയിലൂടെ ഒരു കുഞ്ഞ് ജനാധിപത്യം സ്വപ്നം കണ്ട് സവാരിക്കിറങ്ങി. നാട്ടിലെ വഴിയിലെ സമൃദ്ധിയിലൂടെ ഒരു കുഞ്ഞ് ജനാധിപത്യം സ്വപ്നം കണ്ട് സവാരിക്കിറങ്ങി. ചിതറിപ്പോയ സ്വപ്നങ്ങളെ പെറുക്കിയെടുത്ത് ഒരു വൃദ്ധ വാതിലുകളിൽ മുട്ടുന്നു. ചിതറിപ്പോയ സ്വപ്നങ്ങളെ പെറുക്കിയെടുത്ത് ഒരു വൃദ്ധ വാതിലുകളിൽ മുട്ടുന്നു. നടുക്കത്തിന്റെ ജാലകങ്ങൾക്കിടയിലൂടെ ഒരു മോദി ജീവിതത്തിലേക്ക് എത്തിനോക്കുന്നു. നടുക്കത്തിന്റെ ചുറ്റുജാലകങ്ങൾക്കിടയിലൂടെ ഒരു യുവതി ജീവിതത്തിലേക്ക് എത്തിനോക്കുന്നു. പൊട്ടിച്ചിതറിയ കബന്ധങ്ങൾക്കിടയിലൂടെ നിലാവ് വറ്റിപ്പോയ ഒരു രാത്രി ഫാസിസത്തിന്റെ നിലവഴികളിൽ തിരിച്ചുകയറുന്നു. പൊട്ടിച്ചിതറിയ കബന്ധങ്ങൾക്കിടയിലൂടെ നിലാവ് വറ്റിപ്പോയ ഒരു രാത്രി ഫാസിസത്തിന്റെ നിലവഴികളിൽ തിരിച്ചുകയറുന്നു. സൂര്യന് ചില കഥകളൊക്കെ പറയാനുണ്ട്. ദൈവത്തിന്റെ കൂരമ്പുകളെ ഭയന്ന് കർണൻ കുണ്ടലങ്ങൾ ഫാസിസത്തിന്റെ ഇടവഴിയിൽ വലിച്ചെറിഞ്ഞ് അർജുനന് മുമ്പിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ദൈവത്തിന്റെ കൂരമ്പുകളെ ഭയന്ന് കർണൻ കവചകുണ്ടലങ്ങൾ ഫാസിസത്തിന്റെ ഇടവഴികളിൽ വലിച്ചെറിഞ്ഞ് അർജുനന് മുമ്പിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഇറച്ചിപ്പോയ ഒരു ഇറച്ചിക്കോഴി 12 തെറ്റ് എന്തിരുന്നു. ഇറച്ചിപ്പോയ ഇറച്ചിക്കോഴി 12 തെറ്റ് എന്തിരുന്നു. ഇറച്ചിയുടെ ഗന്ധത്തിൽ ഉരുകൂണ്ട ഒരു ദൈവം വെളിച്ചത്തിന്റെ ചാരുതയിൽ ഒരു കുരിശ് കച്ചവടം ചെയ്തിരുന്നു. ഇറച്ചിയുടെ ഗന്ധത്തിൽ വെറുകൂണ്ട ഒരു ദൈവം വെളിച്ചത്തിന്റെ ചാരുതയിൽ ഒരു കുരിശ് കച്ചവടം ചെയ്തിരുന്നു. ഉണങ്ങാത്ത ഞാഗണങ്ങൾക്ക് നെറുവിന്റെ ബീജം കെട്ടുപോയിരുന്നു. വെളുപ്പിന്റെ പെരുവഴികളിൽ മതപൊറിയുടെ നെഞ്ചിലേക്ക് കുരുന്നുകളെ വെളുക്കായി മാതാപിതാക്കൾ കുരുതിപ്പോയിരുന്നാക്കിയിരുന്നു. വെളുപ്പിന്റെ പെരുവഴിയിൽ മതപൊറിയുടെ നെഞ്ചിലേക്ക് കുരുന്നുകളെ ദൈവവെളിക്കായി മാതാപിതാക്കൾ കുരുതിപ്പോയിരുന്നാക്കിയിരുന്നു. ഒന്നും അറിയാതെ ഒരു രാജ്യം ചിതറിപ്പോയ ഒരു ജനതയെ കുത്തിനിൽക്കും. എന്തായാലും നമ്മുടെ സ്വന്തം മാതൃഭാഷയ്ക്ക് വേണ്ടി, മലയാള ഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു പരിതാപകരമായൊരവസ്ഥ സംജാതമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. തീർച്ചയായും തുടങ്ങി വെച്ച ഈ സമരം ഈ ഭാഷയെ നിലനിർത്താൻ സർവകലാശാലകളിൽ നിന്ന് ഭാഷ അന്യവൽക്കരിക്കപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഐതിഹാസികമായ പോരാട്ടം തന്നെ സംഘടിപ്പിക്കേണ്ടി വരും. ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. വരാൻ പോകുന്ന വിദ്യാർത്ഥി സമൂഹവും മൊത്തം പൊതുജനങ്ങളും ഇതിന്റെ ഭാഗമായി അണിനിരക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒരു സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമായ ഒരു സമരം തന്നെ ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഐച്ഛികമായിട്ട് മലയാളം എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനിവിടെ ആയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു തിരിച്ചറിവാണ്. മറ്റൊന്ന്, നമുക്കറിയാം ഭാഷ ഒരു ജനാധിപത്യ ഇടമാണ്. അപ്പോൾ ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ
ഞാനിവിടെ ആയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതല്ല മറ്റേത് രാഷ്ട്രീയ പ്രശ്നം വന്നാലും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിശബ്ദയായിട്ട് ഇരിക്കാൻ എനിക്ക് ഒരവകാശമില്ല എന്നുള്ള ഒരു ബോധ്യം. ഇങ്ങനെ കുറച്ച് ധാരണകളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്കറിയാം നമ്മളെല്ലാവരെയും ഇവിടെ എത്തിക്കുന്നത് ഇത്തരം ചില രാഷ്ട്രീയ ബോധ്യങ്ങളാണ്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നറിയാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന നടപടികളാണ്. ഇത്തരം നടപടികൾ നടപ്പിലാക്കാനും ഇത്തരം തിടുക്കത്തിലൊന്ന് നടപ്പിലാക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് കൊടുക്കുന്ന അവർക്ക് കിട്ടുന്ന ഒരു ധൈര്യം, നമ്മുടെ ഒരു പോപ്പുലേഷൻ ഭാഷയായിട്ട് പല അടരുകളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും സന്നിധിതരാകേണ്ട ഒരു വേദിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ കുറയാനുള്ള ഒരു കാര്യം അതാണ് അവരുടെ ധൈര്യം. ആ ധൈര്യത്തെയാണ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ വരുമ്പോൾ മാത്രമേ ഈ പ്രശ്നം മാത്രമല്ല ഏത് രാഷ്ട്രീയ പ്രശ്നവും വ്യക്തമായിട്ടുള്ള രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ പരിഹരിക്കാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ തലത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടന്നു. ഭാഷ എങ്ങനെ പരിഷ്കരിക്കാം, പുതിയൊരു കാലഘട്ടത്തിൽ അതിൻ്റെ നവീനമായിട്ടുള്ള സാധ്യതകളിലേക്ക് പോയി വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് സംഭാവനകൾ നൽകാം എന്നുള്ള രീതിയിൽ വളരെ മുന്നോട്ട് സഞ്ചരിക്കുന്ന രീതിയിൽ ഉള്ള ചർച്ചകളാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട് ഒരു ജനാധിപത്യ വിശ്വാസം നടന്നത് ഒരു ഭാഷാ പഠിതാവ് എന്നുള്ള നിലയിൽ ആ ഒരു വിശ്വാസത്തിൽ ഈ ഒരു സമരത്തിൻ്റെ ഏത് മുന്നോട്ടുള്ള എല്ലാ രീതിയിലും ഒപ്പം ഉണ്ടാകും. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെയും നമ്മുടെ തന്നെ ഭാഗമാണ് എന്നുള്ളൊരു ബോധത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കർത്തവ്യം തന്നെയാണ്. ആ ഒരു ബോധം തന്നെയാണ് നമ്മളെല്ലാവരെയും ഇന്നിവിടെ ഒത്തുകൂട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ 1 മുതൽ 10 വരെ ഒരു തികച്ചും മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ 2 ബാച്ച് ഉണ്ടായിരുന്നു മലയാളം മീഡിയം. അതെല്ലാം 1 മുതൽ 10 വരെ 2 ബാച്ച് മലയാളം മീഡിയം. പക്ഷെ ഇപ്പോൾ സ്കൂളിൽ ഒറ്റ മലയാളം മീഡിയം പോലും മൊത്തം ഇംഗ്ലീഷ് മീഡിയമാണ്. കാരണം എല്ലാ ആളുകളുടെയും ചിന്ത ഇംഗ്ലീഷ് പഠിച്ച താങ്കൾ വലിയൊരാളായി. അതായത് എല്ലാവരുടെയും ബോധം അങ്ങനെ ഒരിക്കലേക്ക് മാറി. എൻ്റെ അച്ഛനെയൊക്കെ പഠിച്ച കാലത്ത് എല്ലാം മലയാളം മീഡിയമായിരുന്നു. അപ്പോൾ മലയാളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു. പിന്നീട് കാലം പോകും തോറും അതിൻ്റെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞ് വന്നൊരു അവസ്ഥയാണ്. നമ്മളെപ്പോലെയുള്ളവർ ഇപ്പോഴും മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഭാഷയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നെ നമ്മളെ വിട്ടുപോയേനെ. ഇത് ഇങ്ങനൊരു സമ്മാനം സംഘടിപ്പിച്ച് മലയാള ഐക്യവേദിക്ക് എന്തുകൊണ്ടും വളരെയധികം നന്ദി പറയുന്നു. ഇവിടെ നിൽക്കാൻ സാധിച്ചാലും ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചാലും സന്തോഷം. ഈ തീവ്രവാദികളും ഉപവാസം അനുഷ്ഠിക്കുന്ന നമ്മൾ കേരളത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വളരെ ഗൗരവതരമായ കുറേ ചർച്ചകൾ ഇവിടെ നടന്നു കഴിഞ്ഞു. വളരെ സമഗ്ര അർത്ഥത്തിൽ തന്നെയുള്ള ചർച്ചകളാണ് നടന്നത്. ഇതെല്ലാം രസിച്ച നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു സമരത്തിനുള്ള ഭാവി സമരത്തിനുള്ള ഊർജവും സംഭരിച്ചുകൊണ്ടാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ആർക്കാണ് ഭാഷയെ ഭയം, ആർക്കാണ് ജനാധിപത്യത്തെ ഭയം എന്നതിൻ്റെ ഉത്തരം നമുക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. ഭാഷയെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ, സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജനാധിപത്യത്തെ ഭയക്കുന്നു എന്നാണ്. അപ്പം ജനാധിപത്യത്തെ ഭയക്കുന്ന ശക്തികൾ ഭാഷയെ നിയന്ത്രിക്കുന്നു, ഭാഷയെ അകറ്റി നിർത്തും. കോർപ്പറേറ്റുകളുടെ അജണ്ട നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ നിയമവാഴ്ച നിലവിലുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത്. ഭാവി എന്താണെന്ന് പറയാൻ പറ്റില്ല. കോടതിയും നിയമവാഴ്ചയും ഭരണഘടനയും ഇപ്പോഴുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുന്നതും കോർപ്പറേറ്റുകളെ ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ തന്നെ ആരാണ്? ഭരണകൂടമാണ്. ഭരണകൂടത്തിന്റെ
കീഴിൽ തന്നെ നിലനിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്കൊക്കെ ഇതിൽ ഭരണകൂടം എന്നതിന് ആശയം കാഴ്ചപ്പാടിൽ പ്രത്യേക നിർവചനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭരണകൂടം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെതാ ഒരു രീതിയിലേക്ക് വരും. സംസ്ഥാനത്ത് ഗവൺമെന്റുകളും നൽകും. ഇവർക്കൊക്കെ തന്നെ ഇതിൽ പങ്കുണ്ട്. ഇത് കോർപ്പറേറ്റുകളുടെ അജണ്ട എന്ന് പറഞ്ഞ് ചുരുക്കേണ്ട. ഇതിനെപ്പറ്റി ഒത്താശ കൊടുക്കുന്ന, ഇതിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഗവൺമെന്റുകളും അതേപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എല്ലാം ഇതിൽ പങ്കാളികളാണ്. അപ്പോൾ ഭരണകൂടത്തിന്റെ നിലപാടുകളെയും സംസ്ഥാന ഗവൺമെന്റുകളുടെ നിലപാടുകളെയൊക്കെ തിരുത്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒറ്റയടിക്കൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. നീണ്ട സമരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ടായിരിക്കും. മലയാള ഐക്യവേദിയുടെ ഐക്യമലയാള പ്രസ്ഥാനത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത് കരുത്തുള്ള വിദ്യാർത്ഥികൾ തന്നെയാണെന്ന് ഇവിടെയും തെളിയിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും നല്ല കരുത്തുള്ള, കേരളത്തിലെ യുവജനങ്ങളെ നയിക്കാൻ വരെ പ്രാപ്തരാകാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. ആ ധൈര്യം വെച്ച് തന്നെ നമുക്കെന്ത് ചെയ്യാം, മലയാള ഐക്യവേദിക്ക് കരുത്തോടെ മുന്നോട്ട് പോകാം. ഐക്യമലയാള പ്രസ്ഥാനത്തിന് കരുത്തോടെ മുന്നോട്ട് പോകാം. നമുക്ക് ലക്ഷ്യം കാണാൻ കഴിയുമെന്ന് തന്നെ ഉള്ള ആത്മവിശ്വാസത്തോടുകൂടി അടിവെച്ച് മുന്നോട്ട് പോകാം. മാറി വരുന്ന ഒരു ജീവിത ചുറ്റുപാടുകൾ, അവരവരുടെ സാമ്പത്തികം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതത്തെ ഒരു ബിസിനസ്സായി കാണുന്ന ഒരു ലോകത്ത് എല്ലാം മറന്ന് ഒരു ജീവവായു പോലെ ഭാഷയെയും ഇതേ ഭാഷയെയും ഒക്കെ കണ്ടുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റൊരു പടവിൽ കയറി നിൽക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു ഉപവാസ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ഇതിന്റെ ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഭാഷയെ സ്നേഹിക്കുന്ന ഒരു ജനങ്ങളുടെ മുമ്പിൽ ഭാഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടാത്ത പഠന പദ്ധതികൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. കവിത ചൊല്ലുന്നത് ONV കുറിപ്പ് 1980കളുടെ മധ്യഭാഗത്തിൽ എഴുതിയ സൂര്യഗീതങ്ങൾ എന്നൊരു കവിതയാണ്. അത് കുറുപ്പാഷ് നേരിട്ട് ചൊല്ലുന്നത് കേട്ടൊരു ഓർമ്മയിൽ നിന്നാണ്. കവിത ചൊല്ലിയിട്ട് കുറെ കാലമായി. സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി, സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറഞ്ഞൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിലെ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാമക്ഷയപത്രത്തിൽ നിന്നുറഞ്ഞൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകളിൽ അടിവച്ചു പുഴകളിൽ നീരാടി പുളിന ഹരിതങ്ങളിൽ തളികകൾ നിറച്ചു കിളിമൊഴികളാൽ സ്വരഗതികൾ ഉരുവിട്ടു കുളിരിന്റെ കുടമൂടി തെങ്ങിന്റെ തിരുജടയിൽ ഇളനീരൊളിപ്പിച്ചു കദളിയുടെ ഒരു മുലക്കൊമ്പുകൊണ്ടൊന്നല്ല 10 മണ്ണിന്റെ ഉണ്ണികളെയൊക്കെ അമൃതിട്ടുവാൻ പട്ടിന്റെ കോളകൾ തെറുത്തേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകളിൽ അടിവച്ചു പുഴകളിൽ നീരാടി പുളിന ഹരിതങ്ങളിൽ തളികകൾ നിറച്ചു കിളിമൊഴികളാൽ സ്വരഗതികൾ ഉരുവിട്ടു
കുളിരിന്റെ കുടമൂതി തെങ്ങിന്റെ തിരുചടയിൽ ഇളനീരൊളിപ്പിച്ചു കദളിയുടെ ഒരു മുലക്കൂമ്പുകൊണ്ട് നല്ല പത്തല്ല മണ്ണിന്റെ ഉണ്ണികളെയൊക്കെ അമൃതുട്ടുവാൻ പട്ടിന്റെ പോളകൾ പെറുപ്പേറ്റി നിൽക്കുന്ന ജീവന്റെ മത്തം പ്രാവുകൾ മയങ്ങുന്ന കൂടാർന്നൊരമ്പലക്കാവിലിടയുന്നു കരിഞ്ചേരൻ മാനത്ത് റാഗി പറക്കുന്നു പ്രപ്പിടിയൻ ആറ്റിന്റെ വക്കത്ത് പൊന്മതൻ കണ്ണുകൾ തിളങ്ങുന്നു. മനോരമയാണ് ഈ മലയാളത്തിൽ ഒപ്പിടാൻ പഠിക്കും. നമ്മുടെ സുഹൃത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പിട്ടാണ് അവർ കാർട്ടൂണൊക്കെ ചെയ്യാനും വരയ്ക്കുന്നതിൻ്റെ അടിയിൽ മലയാളത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ സൈൻ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും ഞാൻ പുതിയൊരു ഞാൻ എൻ്റെ ഒരു ഒപ്പിടുന്നത് മലയാളത്തിൽ ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു മാറ്റം ശ്രമിക്കാം. ഗവൺമെൻറ് പുസ്തകത്തിൽ കൊടുക്കുന്നത് ഞങ്ങൾ ഇതിക്ക് മുന്നിൽ ചെയ്തൊരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ചായക്കടക്കാരുടെ നിറങ്ങളെന്ന് പറഞ്ഞ കവിതയുണ്ട്. അപ്പോൾ മലയാള ഭാഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതേപോലുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ ഒരു 2 വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസം ഞങ്ങൾ ചെയ്യുന്ന വനഗാന്ധി എന്ന് പറഞ്ഞു 6ാം ക്ലാസ് വിദ്യാഭ്യാസം ഈ ഭാഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇങ്ങനെയുള്ളൊരു ഉണ്ടെന്ന് പറഞ്ഞു. കേരളം സമരം ചെയ്യാൻ മറന്നുപോയോ? കേരളത്തിലെ സമരങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ചും കൂടെ നമ്മൾ നേരത്തെ നിസ്ബില് പറഞ്ഞ പോലെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമരം വർഗ താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഭരണകൂട താല്പര്യങ്ങൾ സമരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയ ഒരു വർത്തമാനകാലത്ത്, അതിഭീഷണമായ ഒരു വർത്തമാനകാലത്ത് ഇന്ന് 10 മണി മുതൽ ഒരു 4-5 മണി വരെ നമ്മളിവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളിലേക്ക് ഈ സമരം നമ്മളെ നയിക്കും എന്നുള്ളതും തീർച്ചയാണ്. കാരണം എൻ്റെ കൂടെ എൻ്റെ മകനും കൂടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ചർച്ചകളാണ് ഇവിടെ നടന്നത്. സമരത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഒരു ഉപവാസ സമരം നമുക്കറിയാം. നമ്മളൊക്കെ ഇതിന്റെ മുമ്പ് ചെയ്ത സമരങ്ങളുടെ ഇപ്പോൾ റൂസ എന്ന് പറയുന്ന ഒരു പദ്ധതിക്കെതിരെ വാദിച്ച ആളുകൾ ഇന്ന് അതിന്റെ നടത്തിപ്പുകാരായിട്ട് മാറുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളിൽ ഈ നൈപുണ്യ വികസന കോഴ്സുകൾ വന്നപ്പോൾ കൂടുതൽ അത് അതിന്റെ കേന്ദ്ര താല്പര്യങ്ങൾ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ അതിന്റെ അതിഭീഷണമായ രീതിയിൽ അതിന്റെ നടത്തിപ്പുകാരായിട്ട് മാറുന്നു. ഇങ്ങനെ സമസ്ത മേഖലയിലും വളരെ ഖേദകരമാണെന്ന് പറയട്ടെ, നമ്മളൊക്കെ അതിന്റെ കൂടെയുള്ള ആളുകളാണ്. ആ രീതിയിലേക്ക് ഭരണകൂട താല്പര്യങ്ങൾ നമ്മുടെ തലയ്ക്കു മീതെ ഇങ്ങനെ പറക്കുമ്പോൾ നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ ഒരു ചെറിയ ഒരു കുഞ്ഞു കിളിയുടെ ചിറകടിയെങ്കിലും നാം നടത്തിയില്ലെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ അടയാളമാവുകയില്ല. അപ്പൊ ഇതൊരു വലിയ ശബ്ദമായി കേരളത്തിന്റെ തെരുവുകളിൽ മാറും എന്നുള്ളതിൽ ഈ സമരത്തിന്റെ പ്രത്യയശാസ്ത്ര ഉൾക്കനം കൊണ്ട് മാറും എന്നുള്ളത് കൊണ്ട് സമരമാണ് നമ്മളെ പുനർനിർണയിക്കുന്നത് എന്ന് ഒരു ബോധ്യം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുണ്ട്. നമ്മളെ കേട്ട ചില സെന്റൻസുകളൊക്കെ ഇതില് പോയ ആളുകൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ ചിന്താമണ്ഡലത്തെ ഇത് സ്വാധീനിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെ ചില വാചകത്തിൽ നിന്നായിരിക്കും സമരത്തിലേക്ക് ആളുകൾ ഉണ്ടാവുക. നിരന്തര സമരങ്ങളുടെ, നിരന്തര ത്യാഗത്തിന്റെ, പോരാട്ടത്തിന്റെ നാളുകളിലേക്ക് നമുക്ക് കാതോർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിക്കുക. നമ്മൾ ചെയ്യുന്നത് ഒരു ഭാഷാ സമരം ആയത് കൊണ്ട് തന്നെ ആണ്. റിലീസ് ആകുന്നേ ഉള്ളൂ ഒരു കവിത. ഭാഷ എനിക്കില്ല, നിങ്ങളോ ഞങ്ങളോ എൻ്റെ ഭാഷയിൽ പഠിക്കില്ല. മരണത്തിൻ്റെ അവസാന നേരം നിന്റെ ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. അക്ഷരത്തെറ്റുകൾ മാത്രം അവശേഷിച്ച ഭാഷയ്ക്ക്
കടലാക്കൂട്ടത്തിൽ നിന്റെ ഭാഷ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. നിന്റെ ഭാഷ അറിയില്ല. മരണം അടുക്കുമ്പോഴും നിന്റെ ഭാഷയിൽ നീ പാടിയ ആ പാട്ട് എൻ്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങുന്നു. വീട്ടിൽ അകമയിലൂടെ, തെരുവിൽ വേദികയിലൂടെ, ഗ്രാമവേദികയിലൂടെ, കാലവണ്ടിയുടെ കുലമ്പരികയിൽ നിന്റെ ഭാഷ കേൾക്കാം. എനിക്ക് ഭാഷ നിന്റെ ആയില്ലത് കൊണ്ടാകാം, അറിയില്ല. ഇത് തൊഴിൽ നഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അവസ്ഥയിലാണ് മറ്റ് എയ്ഡഡ് കോളേജുകളിലും മറ്റ് കോളേജിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തടസ്സം വേണ്ട, അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മറ്റൊന്ന് ഓരോ സെമസ്റ്ററിലും ഈ പറയുന്ന പോലെ ഒന്ന് ലാംഗ്വേജ് AC എന്നുള്ള രീതിയിൽ ഒരു ഇംഗ്ലീഷും ഇത് മലയാളം പഠിക്കുന്നു, മൈനർ പഠിക്കുന്നു, MDC പഠിക്കുന്നു. അപ്പോൾ ഇത്തരം പഠിക്കുന്ന സമയത്ത് തന്നെ ഈ 2 വർഷം ആദ്യത്തെ 1 വർഷം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആ കുട്ടിക്ക് തിരിച്ചറിയാനുള്ള ഒരു സമയമാണ്. അവിടെ തന്നെ എത്രത്തോളം മൈനർ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എത്ര എടുക്കാൻ പറ്റും ആ കുട്ടിക്ക് തിരിച്ചറിയാൻ 1 വർഷം കഴിഞ്ഞ് വീണ്ടും ആ വിഷയം പറ്റിയിട്ട് എടുക്കാം. മറ്റൊരു വിഷയത്തിലേക്ക് പോകുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും കേവലം ഒരു ഐക്യ നാടക പ്രസ്ഥാനത്തിന്റെ ഒരു സമരം അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രമല്ല, വരും കാലത്ത് ഇത് ഏറ്റെടുത്ത പൊതുസമൂഹവും മറ്റെല്ലാ മേഖലയും തിരിച്ചറിഞ്ഞ് ഇതിനകത്തേക്ക് വരും എന്നുള്ള സ്വഭാവ പരീക്ഷ തന്നെയാണ് ഉള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. സമരം സിന്ദാബാദ്. NEP-യുടെ ഭാഗമായി ബിരുദ പഠന പരിഷ്കരണത്തിന് പദ്ധതി തയ്യാറാക്കുമ്പോൾ വേണ്ട ഭാഷ പഠിക്കേണ്ടെന്ന് രാഷ്ട്രപിതാവിൻ നാമം പേറും കലാശാല തീർപ്പാക്കുമ്പോൾ അമ്പോ അത് നാണക്കേടാണ്, വമ്പൻ നാണക്കേടാണ്. ബിരുദ പഠനക്രമത്തിൽ നിന്നും ഭാഷാ പഠനം പുറത്തു നിർത്തിയ ഭാഷാ പഠനം പരിമിതമാക്കിയ പുതിയ പരിഷ്കാരത്തിനെതിരെ, തലതിരിഞ്ഞ പരിഷ്കാരത്തിനെതിരെ ഉപവാസ സമരം സിന്ദാബാദ്. ഐക്യ മലയാള പ്രസ്ഥാനം സിന്ദാബാദ്. ബിരുദം നേടാൻ പഠന വർഷം 4 വർദ്ധിപ്പിച്ചപ്പോൾ ഭാഷ പഠിക്കാനുള്ള പിരീഡുകൾ കുത്തനെ വെട്ടി കുറച്ച നടപടി ഉടൻ തിരുത്താനാണ് ഈ സമരം. MG സർവകലാശാലയുടെ ഭാഷാവിരുദ്ധ പരിഷ്കാരങ്ങൾ ഉടനെ പിൻവലിക്കുക വേണം. ഭാഷാധ്യാപകർ അവരുടെ ജോലി സംരക്ഷിക്കാനല്ല ഈ സമരം. ഭാഷാധ്യാപകർ അവരുടെ ജോലി സംരക്ഷിക്കാനല്ല ഈ സമരം. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം നിലനിർത്തിയിടാനാണ് ഈ സമരം. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം നിലനിർത്തിയിടാനാണ് ഈ സമരം. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ലഭിച്ചിടാതെ നേടും ബിരുദം. മാനവികതയെ കുഴിച്ചുമൂടി നേടും പീറക്കടലാസാകും.
കോർപ്പറേറ്റ് വിപണിക്കൊത്ത എത്ര മനുഷ്യന്മാരെ വാർക്കും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നാടിൻ ഭാവി കുലച്ചിടും അതിനെതിരായ ഈ സമരം ഐക്യമലയാള പ്രസ്ഥാനം സിന്ദാബാദ് ഉപവാസ സമരം സിന്ദാബാദ് ഇന്നീ സമരം സൂചന മാത്രം നാളെ തുടരും ഈ സമരം